വനിതകളെ, പുരുഷന്മാരെ, Hello guys, Assalamualaikum. This is Media. Like and share and subscribe. എൻ്റെ ഈ തള്ള് കാണാനും കേൾക്കാനുമായിട്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് പലപ്പോഴായിട്ട് വരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഹക്സ് മീഡിയ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കുടുംബത്തോടൊന്നിച്ച് ഒരു 2 ദിവസത്തെ ഒരു യാത്ര, അതും നമ്മുടെ കേരളത്തിൻ്റെ സ്വർഗം എന്നറിയപ്പെടുന്ന മൂന്നാറിലേക്ക്. എന്തൊരു രസമായിരുന്നു എന്നറിയോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൂന്നാർ എന്ന് പലരും പോയതിനെ പറ്റി പറയുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന ഒരു ധാരണയുണ്ടായിരുന്നു. അതിനൊക്കെ പാടെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാർ എന്ന ഒരു അനുഭവം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് കേട്ടോ. അണ്ടകടാഹം വരെ കുലുങ്ങണ പാട്ടും അതിനോടൊപ്പം ദാ ഈ ചാടിക്കളി ബസ്സിലെ ഒരു വല്ലാത്ത അനുഭവം തന്നെ കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റൂല. പ്രായം പവറും നോക്കാതുള്ള ഈ കളിന്റെ ഒക്കെ ഒരു രസം അറിയണമെന്നുണ്ടെങ്കിൽ പൊന്നു മക്കളെ, ഒരു വട്ടെങ്കിലും ഇങ്ങനെ ബസ്സിൽ ഫാമിലിയോടൊപ്പം ഒന്ന് പോയി നോക്കണം. അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കണ്ടാലോ? അപ്പൊ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അതിരപ്പള്ളി നല്ലൊരു എന്താ പറയുക, പുഴയുടെ ഒരു പാലൊക്കെ നോക്കിയിട്ട് നല്ലൊരു സ്ഥലം നോക്കിയിട്ട് നമ്മൾ ബസ് ബാക്കിൽ പാർക്ക് ചെയ്യുന്നത് കണ്ടോ. പുഴയാണ് നമുക്കിപ്പോൾ ഒരു നല്ല സ്പേസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഒരു ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ലോങ് വ്യൂ ആണ് നമ്മൾ കാണുന്നത് കേട്ടോ. കോവിഡിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ മാസ്ക് മലപ്പുറം ടു മൂന്നാർ യാത്ര നമ്മൾ ഉച്ചഭക്ഷണത്തിന്റെ സമയമായിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നിർത്തിയതാണ്. മലപ്പുറത്ത് മൂന്നാറൊക്കെ വരുന്ന ഒരു ദിവസം തന്നെ യാത്രക്ക് കാണണം കേട്ടോ. സത്യത്തിൽ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ്. കൈ കഴുകുക, ബിരിയാണി വിളക്കുക. നമ്മളെ ഫുഡ് സപ്ലൈ ചെയ്യുന്നതും വിളമ്പുന്നതും നമ്മളെ അഭിമുതലാളിയാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള യാത്രയിലാണ് ഞാനും അവളും കൂടി ഒരു പാട്ട് പാടിയത്. സംഭവം എന്താണെന്നറിയില്ല, അതങ്ങോട്ട് വല്ലാതെ ഏറ്റിട്ടില്ല എന്ന് തോന്നുന്നു. ഈ കാഴ്ച ഒന്ന് കണ്ടോക്കി.
ഇപ്പൊ നമ്മളെ റൂം കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ താമസിക്കാനുള്ള റൂമിന്റെ പുറത്തുള്ള വ്യൂ ഒക്കെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ തന്നെ ബസ് സ്റ്റാൻഡാണ്, റൂമിനോട് ചേർന്നുള്ള സ്ഥലത്ത് ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. വളരെ നല്ല വ്യൂ ആണ് നമുക്ക് കേട്ടോ കാണുന്നത്. ഇപ്പൊ അടിമാലിയിലാണ് നമ്മൾ റൂം എടുത്തത്. അങ്ങനെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാം. സൂര്യാസ്തമയത്തിൻ്റെ കൊണ്ട് അടുത്തിരിക്കുകയാണ് നമ്മളെ സമയം. ഇന്ന് രാത്രി നമ്മളിവിടെ തങ്ങും, നാളെ രാവിലെ എഴുന്നേറ്റ് പോവും. രാത്രി ഇവിടെ നമ്മൾ കുക്കിംഗ് ഒക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെയൊക്കെയാണ് നമ്മളെ പ്ലാനിങ്. റൂമുകളൊക്കെ സൂപ്പർ സെറ്റപ്പ് റൂമാണ്. റൂം നമുക്ക് കാണാം. ഇവിടെ സെറ്റായോ? ആള് വന്നേക്കിനോട് TV കാണാൻ തുടങ്ങി. കാർട്ടൂണ് നല്ല അടിപൊളി റൂമാണ് കേട്ടോ. നമുക്കിത് നല്ല ലോ പ്രൈസിലാണ് കിട്ടിയിട്ടുള്ളത്. ഒരു നൈറ്റിന് ഒരു വാങ്ങുന്നത് വെറും 1000 റുപ്യുള്ളൂ. ചോക്ലേറ്റ് എന്താ റേറ്റ്? ഏത് ബ്ലാക്ക് ഇത് 100? ഒറിജിനൽ ചോക്ലേറ്റാ? പ്യൂർ ഫുള്ളി ചോക്ലേറ്റ്. വിൽക്കുന്ന സ്ഥലം ഞാൻ അമ്മയ്ക്ക് പറയാനുള്ളത് നോക്കാം. ഇതിനെ കുറിച്ച് ജംഷീർ വാക്ക് പറഞ്ഞു ഫോട്ടോ എടുക്കാം. വലിയോ ഇതിനെ കുറിച്ച് പറയാനുള്ളത് നല്ലൊരു ഇതായിരുന്നു.